ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് മെയ് മാസം 20-ാം തീയതിയാണ്. അപ്പോൾ ഈ ഒരാഴ്ച, അതായത് ഈ ഒരാഴ്ചയും അടുത്ത ആഴ്ചയും, ഈ മെയ് മാസത്തിൽ ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളാണ് നോക്കാം. സിനിമകൾ സീരീസുകളാണ്. ഓക്കെ, അപ്പം ഒന്നാമത്തെ സിനിമ നമ്മുടെ ഉണ്ണി മുകുന്ദൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്ററിൽ വിജയിക്കാതെ പോയ ഒരു സിനിമയായിരുന്നു ജയ് ഗണേഷ് എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് മനോരമ മാക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിംപ്ലി സൗത്ത് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്ത് സിംപ്ലി സൗത്തിലാണ്. മനോരമ മാക്സിലും സിംപ്ലി സൗത്തിലും ഈ ഒരു സിനിമ മെയ് മാസം 24-ാം തീയതി റിലീസിംഗ് അപ്ഡേറ്റാണ് പുറത്തു വന്നിട്ടുള്ളത്. അടുത്തത് ജെനിഫർ ലോപ്പസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. അറ്റ്ലസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ മെയ് മാസം 24-ാം തീയതി ഇംഗ്ലീഷ് ഭാഷയിൽ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു തമിഴ് സിനിമയാണ്. പ്രസന്നവദനം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴി ഈ ഒരു സിനിമ മെയ് മാസം 24-ന് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് പിന്നെ ഒരു ഡ്രാമ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു തമിഴ് മൂവിയാണ്. വല്ലവൻ വഗത തട എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴി ഈ ഒരു സിനിമ മെയ് മാസം 24-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇംഗ്ലീഷ് വിയറ്റ്നാമീസ് മൂവിയാണ്. ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് വാണ്ടഡ് മാൻ എന്ന് പറഞ്ഞ സിനിമ. ലയൺസ് ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ മെയ് മാസം 24-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. പഞ്ചായത്ത് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു സീരീസാണ്. ഈ സീരീസിൻ്റെ 3-ാമത്തെ സീസണാണ് വരാൻ തയ്യാറെടുക്കുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. മെയ് മാസം 28-ാം തീയതിയാണ്. അടുത്തത് ഒരു ഡ്രാമ ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. സ്വതന്ത്ര വീർ സവർക്കർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5-ൽ ഈ ഒരു സിനിമ മെയ് മാസം 28-ാം തീയതി ഹിന്ദി ഭാഷയിൽ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് നമ്മുടെ പൃഥ്വിരാജ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയാണ്. ഇപ്പോൾ ഏകദേശം ഈ ഒരു സിനിമ ഫൈനൽ റണ്ണിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. തിയേറ്ററിൽ ഏകദേശം 160 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട് ഈ ഒരു സിനിമ വേൾഡ് വൈഡ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് ഡിസ്നി+ ഹോട്ട്സ്റ്റാറാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. മഞ്ഞുമൽ ബോയ്സ് ഓൾറെഡി ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. മെയ് മാസം 5-ാം തീയതി വന്നിട്ടുണ്ട്. അപ്പം അടുത്തതായിട്ട് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന മലയാള സിനിമയാണ് ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ. അതുകൊണ്ട് തന്നെ 3 ആഴ്ചകൾക്ക് ശേഷം മെയ് മാസം 26-ാം തീയതിയോ അല്ലെ ജൂൺ മാസം 2-ാം തീയതി ഈ സിനിമ ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നതാണ്. അതുപോലെ തന്നെ തമിഴ് സിനിമയാണ്. വിശാൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ മൂവിയായിരുന്നു. തമിഴ് സിനിമയായിരുന്നു രത്നം എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. മെയ് മാസം 24-ാം തീയതി തമിഴ് ഭാഷയിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. തബു, കൃതി സനോൺ, കരീന കപൂർ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഹിന്ദി മൂവിയാണ്. ക്രൂ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. മെയ് മാസം ലാസ്റ്റ് വീക്ക് ഈ ഒരു സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ നെറ്റ്ഫ്ലിക്സിൻ്റെ ഭാഗത്തു നിന്ന് ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഈ ഒരു മാസം ഇനി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളായിട്ടുള്ളത്. മെയ് മാസം 20-ന് ഇനി ഈ മാസം കഴിയാൻ ഒരു 10-12 ദിവസം കൂടിയാണുള്ളത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഇപ്പോൾ ഓൾറെഡി അപ്ഡേറ്റുകൾ വന്നിട്ടുള്ള സിനിമകൾ സീരീസുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾ ഏതൊക്കെ സിനിമകൾക്ക് സീരീസുകൾക്കാണ് വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.